നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ പ്ലേ ഓഫ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റലി ഉള്ളതുകൊണ്ട്, ഡെൻമാർക്ക് ഉള്ളതുകൊണ്ട്, സ്വീഡൻ ഉള്ളതുകൊണ്ട്, തുർക്കിയ ഉള്ളതുകൊണ്ട്, നോർത്തേൺ അയർലൻഡും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ഉള്ളതുകൊണ്ട് ഒക്കെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരു നറുക്കെടുപ്പാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ യൂറോപ്പിൽ നിന്ന് 12 ടീമുകൾ നേരിട്ട് യോഗ്യത നേടി ഗ്രൂപ്പ് സ്റ്റേജിൽ 1-ാം സ്ഥാനത്തെത്തിയവർ. ഗ്രൂപ്പ് സ്റ്റേജിൽ 2-ാം സ്ഥാനത്തെത്തിയ ടീമുകളും യുവേഫ നേഷൻസ് ലീഗിൽ പ്രധാന സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത ടീമുകളും എല്ലാം കൂടി ചേർന്ന് 16 ടീമുകളാണ് ഇപ്പോൾ ഈ പ്ലേ ഓഫ് ടൂർണമെന്റിൽ കളിക്കുന്നത്. ഈ പ്ലേ ഓഫ് ടൂർണമെന്റിൽ 4 പാത്തുകളുണ്ട്, 4 ഫൈനലുകൾ ഉണ്ടാവും, 8 സെമി ഫൈനലുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ പാത്തിൽ നിന്നും ഓരോ ടീം വേൾഡ് കപ്പിന് പോകും. അതാണ് ഈ പ്ലേ ഓഫ് പാത്തിൻ്റെ ഒരു പ്രത്യേകത. 4 വഴികളുണ്ട്, 4 ടീമുകൾക്ക് കയറി പറ്റാം, 16 ടീമുകൾ പോരടിക്കുന്നു എന്നർത്ഥം. ഈ പോരാട്ടം നടക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലാണ്, 2026 മാർച്ചിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ ഈ കളികൾ നടക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഫിഫയുടെ വേൾഡ് കപ്പ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഡിസംബർ 5. ഏതായാലും എങ്ങനെയൊക്കെയാണ് ഈ പാത്ത് നോക്കാം. പാത്ത് 1 ആദ്യ സെമി ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ്, 2-ാം സെമി വെയിൽസ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന. അപ്പൊ ഇതിലെ വിജയികൾ തമ്മിൽ ഫൈനൽ കളിക്കും. ഫൈനൽ ജയിക്കുന്ന ടീമിന് വേൾഡ് കപ്പിന് പോകാം. ദാറ്റ് ഈസ് പാത്ത് നമ്പർ 1. ഒരിക്കൽ കൂടി പറയാം, ഇറ്റലിയും നോർത്തേൺ അയർലൻഡും തമ്മിൽ കളിക്കും. ഇറ്റലി ജയിച്ചെന്ന് കരുതുക, ഇറ്റലി ഫൈനലിലേക്ക് എത്തും. വെയിൽസും ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയും തമ്മിൽ കളിക്കും. വെയിൽസ് ജയിച്ചെന്ന് കരുതുക, ഫൈനലിലേക്ക് എത്തും. ആ ഫൈനലിൽ മുട്ടിയിട്ട് ജയിക്കുന്ന ടീം വേൾഡ് കപ്പിന് പോകും. ദാറ്റ് ഈസ് പാത്ത് നമ്പർ 1. ദെൻ പാത്ത് നമ്പർ 2, യുക്രൈനും സ്വീഡനും തമ്മിൽ സെമി ഫൈനൽ, പോളണ്ടും അൽബേനിയയും തമ്മിൽ മറ്റൊരു സെമി ഫൈനൽ. ഇതിലെ വിജയികൾ ഫൈനലിൽ ഏറ്റുമുട്ടും. ഫൈനൽ ജയിക്കുന്ന ടീം വേൾഡ് കപ്പിന് പോകും. അപ്പൊ 2ാമത്തെ ടീമായി, അതായത് യുക്രൈൻ വേഴ്സസ് സ്വീഡൻ. ഫോർ എക്സാമ്പിൾ, യുക്രൈൻ ജയിച്ചെന്ന് കരുതുക, പോളണ്ട് വേഴ്സസ് അൽബേനിയ. പോളണ്ട് ജയിച്ചെന്ന് കരുതുക, യുക്രൈനും പോളണ്ടും തമ്മിൽ ഫൈനൽ കളിക്കും. അത് ജയിക്കുന്ന ടീം ഫൈനലിന് പോകും, വേൾഡ് കപ്പിന് പോകും. ദെൻ പാത്ത് നമ്പർ 3, തുർക്കിയ വേഴ്സസ് റൊമാനിയ, ഒരു സെമി ഫൈനൽ. സ്ലൊവാക്യ വേഴ്സസ് കൊസോവോ, 2-ാം സെമി ഫൈനൽ. ഇതില് വിജയിക്കുന്നവർ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടും. ഫൈനൽ ജയിച്ച വേൾഡ് കപ്പിന് പോകും. ഫോർ എക്സാമ്പിൾ, റൊമേനിയ വേഴ്സസ് തുർക്കിയെ, മത്സരം തുർക്കി ജയിച്ചു എന്ന് കരുതുക. സ്ലൊവാക്യ വേഴ്സസ് കൊസോവോ, മത്സരം സ്ലൊവാക്യ ജയിച്ചെന്ന് കരുതുക. തുർക്കിയും സ്ലൊവാക്യയും തമ്മിൽ ഫൈനൽ കളിക്കും. ജയിക്കുന്ന ടീം വേൾഡ് കപ്പിന് പോകും. അടുത്തത് 4ാമത്തെ പാത്ത്, ഡെൻമാർക്ക് വേഴ്സസ് നോർത്ത് മാസിഡോണിയ. വിജയിക്കുന്ന ടീം ഫൈനലിലേക്ക്. ചെക്കിയ, അതായത് ചെക്ക് റിപ്പബ്ലിക് അല്ലെങ്കിൽ സെച്ചിയ എന്നും പറയും. ചെക്കിയ വേഴ്സസ് അയർലൻഡ്. ആ വിജയിക്കുന്ന ടീം ഫൈനലിലേക്ക് കടക്കും. ഇത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആണ്. ഫൈനലിലേക്ക് കടക്കും. ഫൈനലിൽ വിജയിക്കുന്ന ടീം വേൾഡ് കപ്പിനും. ഫോർ എക്സാമ്പിൾ, ഡെൻമാർക്ക് വേഴ്സസ് നോർത്ത് മാസിഡോണിയ മത്സരം ഡെൻമാർക്ക് ജയിച്ചെന്നും, ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് പോരാട്ടം ചെക്ക് റിപ്പബ്ലിക് ജയിച്ചെന്നും കരുതുക. ഡെൻമാർക്കും ചെക്ക് റിപ്പബ്ലിക്കും കൂടി ഫൈനൽ കളിക്കും. അത് ജയിക്കുന്ന ടീം വേൾഡ് കപ്പിനും. അപ്പൊ ചുരുക്കത്തിൽ ഈ 16 ടീമുകൾ, 4 പ്ലേ ഓഫ് പാത്തുകൾ. ഓരോ പ്ലേ ഓഫ് പാത്തിൽ നിന്നും ഓരോ ടീം വേൾഡ് കപ്പിനെത്തും. ഇറ്റലി കയറുപോ ഇത്തവണ? കഴിഞ്ഞ ഇതുപോലെ അവർ പ്ലേ ഓഫ് കളിച്ചതാ. പക്ഷെ പ്ലേ ഓഫിൽ ആദ്യ കളി പൊട്ടി അവർ പുറത്തായി. ഇത്തവണ എന്ത് സംഭവിക്കും കാത്തിരിക്കാം. ഇത്തവണ നോർത്തേൺ അയർലൻഡിനെയാണ് ആദ്യ കളിയിൽ മുട്ടേണ്ടത്. തോറ്റ പുറത്ത, 2 പാത കളിയൊന്നുമില്ല, ഒറ്റ കളിയേ ഉള്ളൂ. തോറ്റ പുറത്ത, ജയിച്ച പ്ലേ ഓഫ് പാത്തിന്റെ ഫൈനലിലെത്തും. അവിടെ ജയിച്ച വേൾഡ് കപ്പിന് പോകാം, അവിടെ തോറ്റ അപ്പോഴും പുറത്തു പോവാം. ഇതാണ് സ്ഥിതി. കാര്യം വ്യക്തമായല്ലോ. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.